സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മോ ഇന്ന് പറയാൻ പോകുന്നത് ഇനി മലയാളത്തിൽ വരാൻ പോകുന്ന വമ്പൻ സിനിമകളെ പറ്റിയാണ്. നോക്കിയാലോ. ഒന്നാമത് ഫഹദ് ഫാസിലിനെ നായകനാക്കി സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഹനുമാൻ ഗിയർ എന്ന സിനിമ ആണ്. രണ്ടാമത്തേത് മോഹൻലാലിനെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന വൃഷഭ എന്ന സിനിമ ആണ്. അടുത്തത് ആസിഫ് അലി, ലുക്മാൻ അവറാൻ, നസ്ലേൻ വാമിക്കോ ഗബ്ബി എന്നിവരെ പ്രമുഖ കഥാപാത്രമാക്കി രോഹിത് VS സംവിധാനം ചെയ്യുന്ന ടിക്കിടാക്ക എന്ന സിനിമ ആണ്. അടുത്തത് ആന്റണി പെപ്പെ പ്രധാന കഥാപാത്രമായി എത്തിപ്പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ എന്ന സിനിമ ആണ്. മാർക്കോയ്ക്ക് ശേഷം ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ഇത്. അടുത്തത് ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഭബ്ബ എന്ന സിനിമ ആണ്. മോഹൻലാൽ ഇതിൽ ഒരു കാമിയോ റോളിൽ എത്തുന്നുണ്ട്. അടുത്തത് സുരേഷ് ഗോപിയെ കേന്ദ്ര കഥാപാത്രമാക്കി മാത്യൂസ് തോമസ് സംവിധാനം ചെയ്യുന്ന ഒറ്റക്കൊമ്പൻ എന്ന സിനിമ ആണ്. അടുത്തത് പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഖലീഫ എന്ന സിനിമ ആണ്. ഇതിലെ ദി ബ്ലഡ് ലൈൻ എന്ന സോങ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രെൻഡിംഗ് ആണ്. അടുത്തത് ജയസൂര്യ കേന്ദ്ര കഥാപാത്രമായി എത്തി റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ എന്ന സിനിമ ആണ്. ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലൻ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഈ ലിസ്റ്റിൽ അവസാനത്തേത് ജയസൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റാ സിനിമകളിൽ ഒന്നായ ആട് എന്ന മലയാളത്തിലെ വമ്പൻ സിനിമയുടെ മൂന്നാം ഭാഗം ആണ്. മിഥുൻ മനുവേൽ തോമസ് സംവിധാനവും വിജയ് ബാബു നിർമ്മാണവും നിർവഹിക്കുന്നു ഈ സിനിമ.